ചാരാൻ തൂണില്ലെങ്കിൽ നാം നിവർന്നു നിൽക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിച്ചില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ വിഷമങ്ങൾ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. ആൾക്കാർ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും. പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നോട്ട് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. ജീവിതം ഒരു തമാശയാണ്. ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. നഷ്ടങ്ങളെല്ലാം നല്ല ഓർമ്മകളാക്കുക. പരീക്ഷണങ്ങളെല്ലാം നല്ല പാഠങ്ങളാക്കുക. നേട്ടങ്ങളെല്ലാം നല്ല വിജ്ഞാനമാക്കുക. ഒന്നും ശാശ്വതമല്ല എന്ന അറിവോടെ ജീവിതം മനോഹരമാക്കുക. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. അവസാനിപ്പിച്ചുപോയ ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പൊട്ടിയ കണ്ണാടി ചേർത്ത് ഒട്ടിക്കുന്നത് പോലെയാണ്. എത്രയൊക്കെ നന്നായി ഒട്ടിച്ചാലും പഴയ ഭംഗി തിരിച്ചു കിട്ടണമെന്നില്ല. ചില നഷ്ടങ്ങൾ നല്ലതിനായിരുന്നു എന്ന് കാലം തെളിയിക്കും. അത് ഉണ്ടാക്കിയ മുറിവിൻ്റെ ആഴവും അത് കുറയ്ക്കും. പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ മികച്ചതാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ ഉണ്ടാവില്ല. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണീരും ദേഷ്യത്തിനു പിന്നിലെ സ്നേഹവും അറിയുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. കൂടെ ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. മുല്ലപ്പൂവിനെ സുന്ദരിയാക്കിയത് വർണ്ണമല്ല, അവളിലെ സുഗന്ധമാണ്. മനുഷ്യനെ നല്ലവനാക്കുന്നത് നിറമല്ല, അവരിലെ മനസ്സിലെ നന്മയാണ്. തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ്, എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ്. അതുകൊണ്ട് ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകവും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. ഈ ലോകത്ത് ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ അറിഞ്ഞ് നൽകുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാം, പക്ഷേ തെറ്റിദ്ധാരണ തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല.